ചൈനയുടെയും പാകിസ്ഥാന്റെയും അന്തർവാഹിനികൾക്കിനി സമുദ്രത്തിനടിയിൽ ഒളിച്ചിരുന്ന് ഒന്നും ചെയ്യാനാവില്ല. ആഴക്കടലിൽ 24 മണിക്കൂറും നിരീക്ഷണം സാധ്യമാക്കുന്ന രഹസ്യക്കണ്ണ് സ്ഥാപിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇന്ത്യ. നമസ്കാരം, ഞാൻ ജാസ്മിൻ. സമുദ്ര അതിർത്തികളിൽ ചൈനയുടെയും പാകിസ്ഥാന്റെയും അന്തർവാഹിനി സാന്നിധ്യം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കടലിനടിയിലെ നീക്കങ്ങൾ നിരന്തരം നിരീക്ഷിക്കാൻ ഇന്ത്യ അത്യാധുനിക ഫൈബർ ഒപ്റ്റിക് സെൻസർ ശൃംഖല സ്ഥാപിക്കാൻ തയ്യാറായിരിക്കുകയാണ്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അഥവാ DRDO വികസിപ്പിക്കുന്ന അണ്ടർ വാട്ടർ ഫൈബർ ഒപ്റ്റിക് സെൻസറിംഗ് സിസ്റ്റം അഥവാ UFOSS പദ്ധതിയിലൂടെ സമുദ്രത്തിനടിയിൽ 24 മണിക്കൂറും തടസ്സമില്ലാത്ത നിരീക്ഷണം സാധ്യമാക്കുകയാണ് ലക്ഷ്യം. പ്രത്യേകിച്ച് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ചൈനയുടെ ആധിപത്യം വർദ്ധിക്കുന്നുവെന്ന ആശങ്ക ഉയരുന്നതിനാലാണ് രാജ്യം ഇത്തരമൊരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത്. DRDOയുടെ കൊച്ചി ആസ്ഥാനമായുള്ള നേവൽ ഫിസിക്കൽ ആൻഡ് ഓഷ്യാനോഗ്രാഫിക് ലബോറട്ടറി അഥവാ NBOL ആണ് ഈ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്. നിരീക്ഷണ സംവിധാനത്തിന്റെ രൂപകൽപ്പന, നിർമ്മാണം, വിന്യാസം, കമ്മീഷനിംഗ് എന്നിവയ്ക്കായി വ്യവസായ പങ്കാളികളെ കണ്ടെത്തുന്നതിനുള്ള താൽപര്യപത്രവും NBOL പുറത്തിറക്കിയിട്ടുണ്ട്. പദ്ധതിയുടെ ഭാഗമായി കടലിന്റെ അടിത്തട്ടിൽ സെൻസർ നോഡുകൾ സ്ഥാപിച്ച് അവയെ ഫൈബർ ഒപ്റ്റിക് കേബിളുകൾ വഴി കരയിലെ നിയന്ത്രണ കേന്ദ്രങ്ങളുമായി ബന്ധിപ്പിക്കും. കടലിനടിയിൽ ഉണ്ടാകുന്ന ചെറുതും സൂക്ഷ്മവുമായ ശബ്ദ വൈബ്രേഷൻ വ്യതിയാനങ്ങൾ പോലും ഈ ശൃംഖലയിലൂടെ കണ്ടെത്താനാകും. ഇങ്ങനെ ലഭ്യമാകുന്ന വിവരങ്ങൾ തത്സമയം വിശകലനം ചെയ്ത് സംശയാസ്പദമായ അന്തർവാഹിനി നീക്കങ്ങൾ തിരിച്ചറിയുകയാണ് ഈ സംവിധാനത്തിന്റെ പ്രധാന പ്രവർത്തന ലക്ഷ്യം. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ചൈനയുടെ സാന്നിധ്യം കഴിഞ്ഞ കുറെ വർഷങ്ങളായി വർദ്ധിച്ചു വരികയാണ്. ചൈനീസ് ആണവ അന്തർവാഹിനികൾക്കൊപ്പം ഗവേഷണ കപ്പലുകളും ഈ മേഖലയിലെ സമുദ്ര ഭൂപ്രകൃതിയും ജലത്തിന്റെ സ്വഭാവവും സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുന്നതായി സുരക്ഷാ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഭാവിയിലെ സൈനിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വിവരശേഖരണത്തിന്റെ ഭാഗമായാണ് ചൈന ഇത്തരം ദൌത്യങ്ങളിൽ ഏർപ്പെടുന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം പാകിസ്ഥാൻ ചൈനയുടെ സഹായത്തോടെ സ്വന്തമാക്കുന്ന ഹംകോർ ക്ലാസ് അന്തർവാഹിനികളും ഇന്ത്യക്ക് പുതിയ വെല്ലുവിളിയാണ്. എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ അഥവാ AIP സാങ്കേതിക വിദ്യയുള്ള ഇത്തരം അന്തർവാഹിനികൾ ആഴ്ചകളോളം വെള്ളത്തിനടിയിൽ തന്നെ തുടരാൻ ശേഷിയുള്ളവയായതിനാൽ അവയെ കണ്ടെത്തുക പ്രയാസകരമാണ്. ഈ പശ്ചാത്തലത്തിലാണ് കടലിനടിയിലെ സ്ഥിര നിരീക്ഷണ സംവിധാനത്തിന്റെ പ്രാധാന്യം ഏറുന്നത്. ഇത്തരമൊരു സംവിധാനം ഇന്ത്യൻ നാവികസേനയുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന നിർണായക പദ്ധതി തന്നെയാണ്. നിലവിൽ നിരീക്ഷണ വിമാനങ്ങൾക്കും യുദ്ധക്കപ്പലുകൾക്കും ഇടവിട്ടുള്ള പെട്രോളിംഗ് മാത്രമേ സാധ്യമാവൂ. എന്നാൽ സെൻസർ ശൃംഖല പ്രവർത്തനക്ഷമമായാൽ പകലും രാത്രിയും ഒരുപോലെ മനുഷ്യ ഇടപെടൽ കൂടാതെ കടലിനടിയിലെ ചലനങ്ങൾ തുടർച്ചയായി നിരീക്ഷിക്കാനാകും. സെൻസറുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ വിശകലനം ചെയ്ത് അസാധാരണ നീക്കങ്ങൾ കണ്ടെത്തിയാൽ നിരീക്ഷണ വിമാനങ്ങൾക്കും യുദ്ധക്കപ്പലുകൾക്കും ഉടൻ തന്നെ കൃത്യമായ വിവരങ്ങൾ കൈമാറാനും അതിവേഗ പ്രതികരണം ഉറപ്പാക്കാനും കഴിയും. ഇതിലൂടെ ഒളിഞ്ഞു നീങ്ങുന്ന ശത്രു അന്തർവാഹിനികളെ നേരത്തെ കണ്ടെത്തി പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ ഇന്ത്യൻ നാവികസേനയ്ക്ക് കൂടുതൽ കരുത്ത് ലഭിക്കും. ശീതയുദ്ധകാലത്ത് സോവിയറ്റ് അന്തർവാഹിനികളെ കണ്ടെത്താൻ അമേരിക്ക വികസിപ്പിച്ച സൗണ്ട് സർവെയിലൻസ് സിസ്റ്റം അഥവാ സോസസ് സംവിധാനത്തിന് സമാനമായ സാങ്കേതിക വിദ്യയാണ് ഇന്ത്യ പുതിയ സംവിധാനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. അതേസമയം ദക്ഷിണ ചൈന കടലിൽ ചൈന ഇതിനകം തന്നെ സമാന സ്വഭാവമുള്ള അണ്ടർ വാട്ടർ ഗ്രേറ്റ് വാൾ നിരീക്ഷണ ശൃംഖല വിന്യസിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പുതിയ പദ്ധതി പ്രകാരമുള്ള നിരീക്ഷണ സംവിധാനം വികസിപ്പിക്കുന്നതിനായുള്ള പദ്ധതിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കമ്പനികൾക്ക് സെപ്റ്റംബർ 1 വരെ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസരവുമുണ്ട്. സിസ്റ്റം ഇന്റഗ്രേഷൻ, കടലിനടിയിലെ കേബിൾ സ്ഥാപിക്കൽ, സമുദ്ര വിന്യാസം എന്നിവയിൽ പരിചയസമ്പന്നരായ കമ്പനികളെയാണ് തിരഞ്ഞെടുക്കുക. ഏകദേശം 48 മാസത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കി പ്രവർത്തന സജ്ജമാക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. സ്ഥാപിക്കുന്ന നിരീക്ഷണ സംവിധാനത്തിന് 20 വർഷം വരെ പ്രവർത്തന കാലാവധി പ്രതീക്ഷിക്കുന്നതായും DRDO വ്യക്തമാക്കുന്നു. വാർത്തയുടെ നിറം തേടി തനിനിറം.